തമിഴ് സിനിമാ ലോകവും ഇന്ത്യൻ ബോക്സ് ഓഫീസും ഒരുപോലെ കാത്തിരിക്കുന്ന ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ റിലീസിന് തൊട്ടു മുൻപ് വൻ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകളുമായി തരംഗം സൃഷ്ടിക്കുകയാണ്. സിനിമ ലീക്കായെന്ന വാർത്തകൾ പരന്നതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ പതറുമെന്ന് കരുതുന്ന എതിരാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പ്രേക്ഷകർ അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ കുതിപ്പ് സാധ്യമാക്കിയിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ ഒട്ടാകെ ഇന്ന് 6 കോടിയിലധികം രൂപയുടെ പ്രീസെയിൽ കളക്ഷനാണ് ചിത്രം ഇതിനോടകം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം തിയേറ്ററുകളിലെത്തുന്ന ആദ്യ ചിത്രവും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രവും ആയതുകൊണ്ട് തന്നെ കനത്ത പ്രതീക്ഷയോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാതെ പ്രീസെയിൽ മുന്നേറ്റമാണ് ജനനായകൻ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യയിൽ നിന്ന് മാത്രം 6.35 കോടി രൂപയാണ് ചിത്രം ബുക്കിംഗിലൂടെ സ്വന്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളെ വേർതിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് മാത്രം 3.10 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 1.60 കോടി രൂപയും കേരളത്തിൽ നിന്ന് 1.55 കോടി രൂപയും ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനോടകം നേടിയിട്ടുണ്ട്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും 10 ലക്ഷത്തോളം രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ആദ്യ ദിനം തന്നെ സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുന്ന വലിയ തുക തന്നെ ചിത്രം കൊയ്യുമെന്നാണ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. അതേസമയം സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം തികച്ചും മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. KVN പ്രൊഡക്ഷന്റെ ബാനറിൽ വെങ്കിട്ട് കെ നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ബോബി ഡിയോൾ, പൂജ ഹെഡ്ജ്, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി നിരവധിയായ പ്രമുഖ അഭിനേതാക്കൾ ചിത്രത്തിൽ നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇതുകൂടാതെ വിജയുടെ സിനിമാ ജീവിതത്തിൽ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച 3 പ്രിയപ്പെട്ട സംവിധായകരായ ലോകേഷ് കനകരാജ്, അറ്റ്ലി, നെൽസൺ എന്നിവർ ഈ ചിത്രത്തിലെ ഒരു പ്രധാന ഗാനരംഗത്തിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നുവെന്ന അപൂർവ ആവേശവും ആരാധകരിൽ ഇരട്ടിയായിരിക്കുകയാണ്. സാങ്കേതിക തികവോടെയും ഉയർന്ന നിലവാരത്തോടെയും അണിയറ പ്രവർത്തകർ ജനനായകൻ ഒരുക്കിയിരിക്കുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ശേഖറും സുധനും ചേർന്ന് കൊറിയോഗ്രഫി നിർവഹിച്ചപ്പോൾ അറിവാണ് ഗാനങ്ങളുടെ വരികൾ തയ്യാറാക്കിയിരിക്കുന്നത്. പല്ലവി സിംഗ് കോസ്റ്റ്യൂമും ഗോപി പ്രസന്ന പബ്ലിസിറ്റി ഡിസൈനും നിർവഹിച്ചിട്ടുള്ള ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നത് പ്രതീഷ് ശേഖറാണ്. ദളപതി വിജയ് എന്ന നടന്റെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന നിലയിൽ ഓരോ തിയേറ്ററുകളിലും സമാനതകളില്ലാത്ത ആഘോഷങ്ങൾക്കാണ് വിജയ് ആരാധകർ പദ്ധതിയിട്ടിരിക്കുന്നത്. സിനിമ ലീക്കായെന്ന പ്രചരണങ്ങളെയും അഭ്യൂഹങ്ങളെയും അനായാസം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ ബോക്സ് ഓഫീസിൽ പ്രീസെയിലിൽ ചരിത്രപരമായ കുതിപ്പാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം തിയേറ്ററുകളിലെത്തുന്ന ആദ്യ ചിത്രവും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ അവസാന സിനിമയും ആയതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ആവേശത്തോടെയാണ് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികളും ആരാധകരും ഈ ചിത്രത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത്. ജൂലൈ 23-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്ന ചിത്രം വരുന്ന ആളുകളിൽ ബോക്സ് ഓഫീസിൽ എത്രത്തോളം ഭീമൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചേക്കുമെന്ന് വലിയ ആകാംക്ഷയിലാണ് ലോകം. ഇന്ത്യയിൽ ഒട്ടാകെ 6 കോടിയിലധികം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനാണ് ചിത്രം ഇതിനോടകം കരസ്ഥമാക്കിയിരിക്കുന്നത്. ചിത്രം ആദ്യ ദിനം തന്നെ വൻ തുക കളക്ട് ചെയ്യുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ മാസ് ചിത്രത്തിൽ ബോബി ഡിയോൾ, പൂജ ഹെഡ്ജ്, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ അടക്കമുള്ള വമ്പൻ താരനിരയ്ക്കൊപ്പം ലോകേഷ് കനകരാജ്, അറ്റ്ലി, നെൽസൺ എന്നീ പ്രമുഖ സംവിധായകരുടെ ക്യാമിയോ സാന്നിധ്യവും വലിയ ആവേശമാണ് ഉയർത്തുന്നത്. KVN പ്രൊഡക്ഷന്റെ ബാനറിൽ വെങ്കിട്ട് കെ നാരായണൻ നിർമ്മിച്ച ചിത്രം ഒരു മികച്ച സിനിമാനുഭവമായിരിക്കും സമ്മാനിക്കുക.